ഈത്തപ്പഴങ്ങളുടെയും കൂടി കാലമാണ് ഓരോ റംസാനും. ഇന്നൊരു ഈത്തപ്പഴത്തോട്ടത്തെയാണ് നമ്മൾ ഈ റംസാൻ സെഗ്മെൻറ്റിൽ പരിചയപ്പെടുത്തുന്നത്. മദീനയിലേക്കും പുറത്തേക്കുമുള്ള ഈത്തപ്പഴം എത്തുന്ന ഒരു ചരിത്രത്തോട്ടമുണ്ട് മദീനയിൽ. മുഹമ്മദ് നബിയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൽമാനുൽ ഫാരിസിയെ മോചിപ്പിക്കാൻ പ്രവാചകൻ നിർമ്മിച്ച തോട്ടം. അടിമമോചനത്തിന് പ്രവാചകനും അനുചരന്മാരും ചേർന്ന് നിർമ്മിച്ച ആ തോട്ടം റമദാനിലേക്കുള്ള പഴങ്ങൾ നൽകി ഇന്നും പ്രതാപത്തോടെ ബാക്കിയുണ്ട്. നനവേറെയുള്ള ഈ തോട്ടം മദീനയിലെ വിശ്വാസികളുടെ ഒരു പട്ടിണിക്കാലത്തിന്റെ കഥ പറയും. പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി. അഗ്നി ആരാധകനായിരുന്ന അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ശേഷം പാതിരിമാരിൽ നിന്നാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ മദീനയിലെത്തി. പ്രവാചകനെ ആദ്യമായി കാണുമ്പോഴും ഇസ്ലാം മതം സ്വീകരിക്കുമ്പോഴും പ്രതാപിയായ ജൂതന്റെ തോട്ടത്തിൽ അടിമയായിരുന്നു സൽമാൻ. സഖ്യയുദ്ധത്തിൽ മുസ്ലിം വിജയത്തിന് വഴിയൊരുക്കിയ കിടങ്ങ് യുദ്ധതന്ത്രം ആവിഷ്കരിച്ച സ്വഹാബി. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ജൂതൻ ആവശ്യപ്പെട്ടത് 300 ഈത്തപ്പനകൾ നട്ട തോട്ടം. പ്രവാചകനും സഹാബാക്കളും യജമാനന് വേണ്ടി, സൽമാൻ റളിയല്ലാഹുവിൻ്റെ യജമാനന് വേണ്ടി 300 തൈകളുള്ള ഒരു തോട്ടം ഇതിനുള്ളിൽ നിർമ്മിച്ചു കൊടുക്കുകയും എന്നിട്ട് ആ തോട്ടം യജമാനന് ദാനം ചെയ്തിട്ടാണ് സൽമാൻ റളിയല്ലാഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. തോട്ടത്തിലേക്കുള്ള 300 തൈകളും നട്ടത് മുഹമ്മദ് നബി. ഇതിനടുത്തുള്ള ഈ കിണറിൽ നിന്നാണ് പ്രവാചകൻ തോട്ടത്തിലേക്കുള്ള വെള്ളം എത്തിച്ചത്. പിൽക്കാലത്ത് മദീനയുടെ ഭരണം ഇസ്ലാമിനായതോടെ ഈ തോട്ടം വിശ്വാസികൾക്ക് സ്വന്തമായി. ഇന്ന് വഖഫ് ബോർഡിനാണ് ഉടമസ്ഥത. നല്ല വിളയുള്ള ഈ ഈത്തപ്പനക്കുലകൾ റമദാനിലും മദീന മാർക്കറ്റുകളിൽ നിറസാന്നിധ്യമാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മദീന.